ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കുമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സിൽ ഒരുപാട് ഭൂരിഭാഗം കസ്റ്റമേഴ്സും ബാഗ് നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബാഗിന്റെ വീഡിയോ കാണാം. ഫസ്റ്റ് വരുന്ന ബാഗ് ബാഗിന്റെ വാറ് വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ മുടി മെടഞ്ഞത് പോലെയുള്ള ഒരു വാറാണ്. ഇത് ആദ്യം തന്നെ പറയട്ടെ, ഇതില് ഒരേ ഒരു പീസേ ഉള്ളൂ. ഇത് കടയിൽ കണ്ടപ്പോ എനിക്കത് ഭംഗി തോന്നിയപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇത് എന്താണ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കോലിന്റെ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഉള്ളില് ലൈനിങ് വെച്ച് തയ്ച്ചിരിക്കുന്നതാണ്. ഇതൊരു ഫാൻസി ബാഗാണ്. ഇതിന്റെ ഉള്ളിൽ ഇതിങ്ങനെ ലൈനിങ് വെച്ച് തയ്ച്ചിരിക്കുന്നതാണ്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരിക. ഫ്രണ്ട് സൈഡ് വരുമ്പോ നല്ല ഭംഗിയുള്ള ഒരു ഈ പച്ചയും ബീച്ച് കളറിൽ ഇതുപോലെ ഒരു ഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സ്ലിംഗ് ബാഗ് ആയിട്ട് ഇടാൻ പറ്റും. ഇനി നീളം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് നീളം കുറച്ച് ഇടാൻ പറ്റുന്ന ബാഗാണ്. ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉള്ളത് കൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 725. അടുത്തത് ഇതുപോലെ ഇങ്ങനെ സൈഡിലും ഇടാം, അതല്ലാതെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷോൾഡർ ബാഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് വേറൊരു മോഡലായിരുന്നു. ഇതിലിങ്ങനെ ഒരു വെർലി ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. സെന്ററിൽ ഒരു കള്ളിയുണ്ട്, പിന്നെ പുറത്ത് ഇതുപോലെ ഇവിടെയും ഒരു കള്ളിയുണ്ട്. രണ്ട് സൈഡിലും കള്ളിയുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പുറത്ത് കള്ളിയുണ്ട്, പിന്നെ ഒരു സെന്റർ കള്ളി. നമുക്ക് മൊബൈൽ ഇടാം, പൈസ വെക്കാം. പൈസ ഒരു പേഴ്സിലാക്കിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇത് ഇതുപോലെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 290. നെക്സ്റ്റ് ബാഗ് വരുന്നത് നമുക്കൊരു കുട്ടി ബാഗ് പോലെ പിടിക്കാനും പറ്റും. ഇനി അത് വേണ്ട, ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്ലിംഗ് ഉള്ള ബാഗാണ്. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെ ഇങ്ങനെ പാവാടയുടെ ഒക്കെ ഞൊറി പോലെ ഇങ്ങനെ ഞൊറിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലും ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ സെന്ററിൽ രണ്ട് കള്ളിയാണ് ഉള്ളത്. രണ്ട് കള്ളി സെന്ററിലുണ്ട്. ഇത് നല്ലൊരു കുട്ടി ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ വാറ് ഇങ്ങനെയാണ് കേട്ടാ. രണ്ട് വള്ളിയുള്ള പിടുത്താണ് ഇതിന്. ഇങ്ങനെ നമുക്ക് പിടിക്കാം. ഇതിൽ രണ്ട് ഷെയ്ഡാണുള്ളത്. ഒന്ന് ഈ ഷെയ്ഡ്, മറ്റൊന്ന് വരുന്നത് ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണ്. കൗഡൻ ഗ്രീനിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ്. ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 400 രൂപ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലെതറിന്റെ ഒരു ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ട് ഉള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്. ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു കള്ളിയുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ രണ്ട് സിബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സ്ലിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷോൾഡർ ബാഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ സ്ലിംഗ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുട്ടി ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ലെതറിന്റെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്, ലെതറിന്റെ ഒരു പീസ്. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ലെതർ ബാഗിന്റെ വില വരുന്നത് 850. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കുട്ടി ബാഗ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഇന്ന് കാണിക്കുന്നത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. വളരെ കുറവ് പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും ഇത് കിട്ടുക. വളരെ കുറവ് പീസുകളേ ഉള്ളൂ. അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അധികം പീസ് കൊണ്ടുവരാൻ പറ്റാത്തത്. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഒരു കുട്ടി ബാഗാണ്. ഒരു ഡാർക്ക് മെറൂൺ കളറില് ഇതുപോലെ ഡയമണ്ട് ഡിസൈൻ ആണ് ഇവിടെ ഫ്രണ്ട് സൈഡ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബാക്ക് സൈഡിൽ ഒരു സിബ് ഉണ്ട്. പിന്നെ ഇതിന് 3 കള്ളിയാണ്. ഇതിൽ കുറെ സ്പേഷ്യസ് ആണ് ഈ ബാഗ്. ഇതിൽ 3 കമ്പാർട്ട്മെന്റ് ആണ് ഇതിലുള്ളത്. കണ്ട, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഇതിന് സ്ലിങ്ങും ഉണ്ട് കേട്ടോ. അപ്പൊ സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് സ്ലിംഗ് ഇടാം. അതല്ല, ഇങ്ങനെ കുട്ടി ബാഗ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇതിന്റെ റേറ്റ് വരുന്നത് 460. ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഒരു ഷെയ്ഡും കൂടിയാണ് ഉള്ളത്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറ്. ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വരുന്നത് 460. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുള്ള വേറൊരു തരം ബാഗ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ഷേപ്പാണ്. ഇത് റെക്സിൻ തന്നെയാണ് സാധനം. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഈ വെൽവെറ്റിന്റെ തുണിയില്ലേ, അതുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണോ എന്ന് കരുതും. പക്ഷെ വെൽവെറ്റിന്റെ ക്ലോത്ത് അല്ല, ഇത് റെക്സിൻ തന്നെയാണ്. ഇങ്ങനത്തെ ഡിസൈനുള്ള കൂടിയ റെക്സിനാണിത്. ഇത് നമുക്ക് സ്ലിംഗ് ബാഗ് ആയിട്ടും ഉപയോഗിക്കാം.
ഇത് നമുക്ക് ഇങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു സിബ് ഇതിന്റെ ഉള്ളിലുണ്ട്, ഇങ്ങനെ ഒരു കള്ളി. ബാക്ക് സൈഡിൽ ഒരു സിബ് ഉണ്ട്, പിന്നെ സെന്ററിൽ ഒരു സിബ്. ഇത്രയും സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിൽ നമുക്ക് നമ്മുടെ ചെറിയ കൊട, പേഴ്സ്, ചെറിയൊരു പേഴ്സ്, പിന്നെ മൊബൈല് എല്ലാം വെക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗുകളൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല മെറ്റീരിയൽ ആണ്, വേഗം കേടാവാത്തതാണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 460. ഇനി ഇതേ മോഡലിൽ തന്നെ വേറെ ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക്, പിന്നെ വന്നിരിക്കുന്നത് ഒരു സിൽവർ കളർ. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് ആരൊക്കെയോ കുറെ പേര് കോഫി ബ്രൗൺ ചോദിച്ചായിരുന്നു, വേറെ കളേഴ്സ് ചോദിച്ചായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. ആകെ കോഫി ബ്രൗണും പിന്നെ ഇതിന്റെ ഒരു ഗ്രേ കളറും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് ഇത് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഷോൾഡറിൽ ഇടണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ നീളം കുറച്ച് പിടിക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. എന്നിട്ട് 2 പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 2 കള്ളിയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു കള്ളിയുണ്ട്, ഒരു സിബ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറിലുള്ള ബാഗാണ് ഇത്. ഇനി ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി ഉള്ളത് ഇതാണ്, ഗ്രേ കളറാണ്. ഇങ്ങനെ 2 കളറാണ് ഈ ബാഗ് ഉള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 700. നെക്സ്റ്റ് ബാഗ് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട്, ഒരു ചെറിയ ബാഗ് ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗാണ്. ഇതും ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടിയ റെക്സിനിൽ വരുന്ന ബാഗാണ്. ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് നമ്മൾ നെറ്റിന്റെ തുണികൾ വെച്ച് അടിച്ചതുപോലെയാണ് നമുക്ക് ഇതിന്റെ ഡിസൈൻ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആണ് ഇതുപോലെ. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സിബ് ഉണ്ട്. പിന്നെ ഈ ബട്ടൺ തുറക്കുമ്പോൾ ഇതിൽ ഒരു കള്ളിയാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് പൈസയും ചെറിയ കൊടയും മൊബൈലും ഒക്കെ ഇട്ടിട്ട് പോവാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 450. ഇതിന്റെ ഷെയ്ഡുകളാണ് ഇനി കാണിക്കുന്നത്. ഇത് നല്ല എന്താ പറയാ, ഒരു ബ്ലൂവും ഗ്രേയും കൂടി മിക്സ് ആയിട്ട് ഉള്ളൊരു കളറ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇതൊരു കളറ്, ഇതൊരു ഡാർക്ക് ബീജ് കളറ്, ഇത് ഒരു ബ്രിക്ക് റെഡ് കളറ്, പിന്നെ ഇത് നല്ലൊരു കോഫി ബ്രൗൺ കളറ്, ഇതൊരു ഗ്രേ കളറ്. അപ്പോൾ ഇതിൽ ഇത്രയും ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നതും ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ചെളിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴുകാൻ പറ്റുന്ന ബാഗാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആണ് ഇങ്ങനെ വരുന്നത്. ഇതില് പുറമെ തന്നെ ഇവിടെ ഒരു കള്ളിയുണ്ട്, പിന്നെ ഇവിടെ വേറൊരു കള്ളിയുണ്ട്, പിന്നെ സെന്ററിൽ വേറെ ഒരു കള്ളി, പിന്നെ ഇവിടെ. അങ്ങനെ 4 കമ്പാർട്ട്മെന്റ് ആണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിറച്ച് പേപ്പർ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് മാത്രം തുറക്കാൻ പറ്റുന്നത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ല സ്പേസ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 475. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു പേഴ്സായിട്ട് ഇങ്ങനെ കയ്യിൽ വെറുതെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കാം. അതല്ല ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് സ്ലിങ്ങും ഉണ്ട്. നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു കള്ളിയുണ്ട്, പിന്നെ അതുപോലെ വേറൊരു കള്ളി, ഇനി ഇതിന്റെ നടുവിൽ വേറൊരു കള്ളി, പിന്നെ വേറൊരു കള്ളി. ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് മൊബൈലും പൈസയും അല്ലെ എന്തെങ്കിലും പേപ്പറുകൾ, സാധനങ്ങൾ എല്ലാം വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ പ്രസ് ബട്ടൺ ആണ്. അത് തുറക്കുമ്പോൾ ഇതിന്റെ സെന്ററിൽ ഒരു സിബ്, എന്നിട്ട് അപ്പുറത്തും 2 കള്ളി ഇതുപോലെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് സിബ് ഒന്നുമില്ല, ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 280.
അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്